السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي الأحد الجبار الصمد الغفار. أشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدًا عبده ورسوله النبي المختار، وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد، كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. من المؤمنين رجال صدقوا ما عاهدوا الله عليه، فمنهم من قضى نحبه، ومنهم من ينتظر، وما بدلوا تبديلا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അളവറ്റ ദയാപരനും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും പരിപൂർണമായി ജീവിതത്തിൻ്റെ സർവ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏത് സമയത്തും നമ്മിലേക്ക് കടന്നു വരാകുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തിന് ഒരുങ്ങി ജീവിതത്തെ ഇബാദാത്തുകൾ കൊണ്ട് ധന്യമാക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സമയത്തും സന്ദർഭത്തിലും ഈ ഹാളിനകത്ത് ഒരുമിച്ച് കൂടാനുണ്ടായ
സാഹചര്യത്തെക്കുറിച്ച് നാം ഏവരും ബോധവാന്മാരാണ്. നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റമളാൻ എന്ന അനുഗ്രഹീതമായ മാസം, ആ മാസത്തെ സംബന്ധിച്ച് അറിയാനും മനസ്സിലാക്കാനും ആ അറിഞ്ഞതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിൽ ആ മാസത്തെ ഉപയോഗപ്പെടുത്താനും വേണ്ടിയാണ്. സഹോദരങ്ങളെ, റമളാൻ എന്ന മാസം നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യമായി വരുന്ന ഒന്നല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ 10, 20, 30, 40, 50 അതിലപ്പുറം വയസ്സ് ആയ ആളുകളുണ്ടാകും. അവരൊക്കെ ജീവിതത്തിൽ അത്രയും റമളാനുകൾ കണ്ടവരാണ്, ആ റമളാനുകളിൽ ജീവിച്ചവരാണ്. എന്നാലും ഓരോ വർഷവും റമളാൻ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഉണർത്തൽ റമളാനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. ഈ ഉണർത്തലിൽ നിന്നു തന്നെ ഇതര മാസങ്ങളെപ്പോലെയല്ല റമളാൻ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബാക്കി 11 മാസങ്ങൾ കടന്നു വരുന്ന സമയത്ത് അഹ്ലൻ ശഅബാൻ എന്നോ അഹ്ലൻ ശവ്വാൽ എന്നോ ആ നിലക്ക് മറ്റുള്ള മാസങ്ങളെക്കുറിച്ചൊന്നും ഇത്തരത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സഹോദരങ്ങളെ, ആദ്യം തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ റമളാൻ, ആ റമളാനിനെ എങ്ങനെ നാം ഉപയോഗപ്പെടുത്തിയവരാണ്? വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു സദസ്സ് കഴിഞ്ഞ റമളാന് വന്നപ്പോഴും ഒരുക്കപ്പെട്ടതാണ്. ആ റമളാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? അതായത് കഴിഞ്ഞ റമളാനിന്റെ തൊട്ടു മുമ്പ് അഹ്ലൻ റമളാൻ എന്ന വിഷയത്തിലുള്ള സംസാരം നടന്നതാണ്. എന്നിട്ടെന്താണ് ഉപകാരമുണ്ടായത്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ റമളാനിൽ ഞാൻ 30 നോമ്പെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 29 നോമ്പെടുത്തിട്ടുണ്ട്. എന്നാലാവുന്ന വിധത്തിൽ രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, ഖുർആൻ പാരായണം നിർവഹിച്ചിട്ടുണ്ട്, ഒക്കെ നമുക്ക് പറയാനുണ്ട്. എന്നാൽ ആ റമളാൻ, പ്രിയപ്പെട്ടവരെ, കൃത്യമായി നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ റമളാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളൊന്ന് നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയാ, മൻ സ്വഹലഹു റമളാനു വസലിമ, ഒരു റമളാൻ ലഭിച്ചിട്ട്
ആ റമദാനിനെ ഒരാള് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ടോ? ഒരു റമദാനിനെ ഒരാൾ നല്ല നിലയിലും സുരക്ഷിതമായ നിലയിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ സലിമത്ത് ലഹു സായിറു സനതിഹി, ഒക്കണേ ആ റമദാൻ കഴിഞ്ഞാൽ ആ വർഷത്തിലെ ഇതര മാസങ്ങള് ആ റമദാനിനാൽ സുരക്ഷിതമായിരിക്കും. കഴിഞ്ഞ റമദാനിനെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ റമദാന് വരെയുള്ള നമ്മുടെ ജീവിതത്തില് ആ റമദാനിൽ വിലക്കേർപ്പെടുത്തി നമ്മൾ മാറി നിന്ന ഒരുപാട് തിന്മകളില്ലേ, ആ തിന്മകളൊന്നും ജീവിതത്തിൽ പിന്നീട് കടന്നു വന്നിട്ടുണ്ടാവുകയില്ല. ഇന്ന് ഈ സമയം വരെയുള്ള നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ കഴിഞ്ഞ റമദാനിനെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് അനാവശ്യമായ ഒരു പ്രവർത്തനത്തിലേക്ക് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഒരു ഹറാമ് ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവുകയില്ല, പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ഹറാമായ മാർഗത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചിട്ടില്ല, സമ്പാദിച്ചിട്ടില്ല. ഹറാമായ വിധത്തിലുള്ള ഒന്നും ജീവിതത്തിലില്ലാത്ത വിധം കഴിഞ്ഞ റമദാൻ നമുക്ക് നല്ല ഒരു പ്രൊട്ടക്ഷൻ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാകും എന്നാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നത്. അങ്ങനെയാണോ സത്യത്തിൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിതം? ആർക്ക് പറയാൻ സാധിക്കും? ആത്മാർത്ഥമായി അറിഞ്ഞുകൊണ്ട് ഒരു തിന്മ ചെയ്യാൻ ഇന്നേ വരെ ഞാൻ തയ്യാറായിട്ടില്ല. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഖുർആനില് ചില ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന വിഷയത്തിന്റെ ഗൗരവമനുസരിച്ചുകൊണ്ട് ആയത്തുകൾക്കൊരു പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ചില ആയത്തുകള് അഖ്വഫു ആയ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തുകൾ. ആ ആയത്തുകളിൽ ഒന്നാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അർത്ഥം പറയാതെ നമുക്കറിയാലോ, ചെറുതാവട്ടെ, അതിനോളം ഇനി ചെറുതിന് പദം വേറെ അറബി ഭാഷയിലില്ല. ദർറത്ത് എന്ന വാക്ക്, അത് അത്ര ചെറുത്, നന്മയായാലും തിന്മയായാലും അത് കിതാബിൽ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് അല്ലാഹു അറിയിക്കുന്നത്. നമ്മൾ കാണും എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാ കാണുക? ആഖിറത്തിലേക്ക് എത്തിയിട്ട് അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് വെച്ചു തരുന്നൊരു കിതാബില്ലേ, ഇഖ്റഅ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇതാ നിന്റെ കിതാബ്, നീ ഒന്ന് വായിച്ചു നോക്ക്, നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് തന്നെ മതി. രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെ സദാസമയമുണ്ട്. കൂടെ ഭാര്യയില്ല, എപ്പോഴും ഭർത്താവില്ല, മാതാപിതാക്കളില്ല, മക്കളില്ല, കൂട്ടുകാരില്ല. പക്ഷേ ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. രണ്ട് മലക്കുകൾ സദാ നമ്മുടെ കൂടെയുണ്ട്. അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എത്ര ചെറിയ നന്മയായാലും തിന്മയായാലും. അപ്പൊ കഴിഞ്ഞ റമദാനിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നമ്മിൽ വേണം.
അതുണ്ടായാലേ ഈ റമളാനിന് എത്രമാത്രം ഒരുങ്ങണം എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള അഹ്ല റമളാനുകള് കഴിഞ്ഞുപോയ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത കൊറോണയുടെ കാലഘട്ടത്തിൽ പോലും, ആ സമയത്ത് പോലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരത്തിലുള്ള സംസാരത്തിന് വേദി ഒരുക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അഹ്ലൻ റമളാൻ എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് റമളാനിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നാം ഒന്നിച്ചിരിക്കുമ്പോ ഇതൊക്കെ കേട്ട മുൻകാല റമളാനുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന റമളാനിനെ എനിക്കെന്റെ റബ്ബ് ജീവിക്കാൻ ഈ റമളാൻ എനിക്ക് തന്നാൽ, പടച്ച റബ്ബേ, ഞാനിത് എന്നാലാവുന്ന വിധത്തിൽ കഴിഞ്ഞ റമളാന് പോലെയാവുകയില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞതുപോലെയല്ല. കഴിഞ്ഞ റമളാനുകളെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ ഇനി വരുന്ന റമളാനിനെ എങ്ങനെ നാം ഉപയോഗപ്പെടുത്തണമെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തുടക്കം ഞാൻ എൻ്റെ സംസാരത്തിൽ തുടങ്ങിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, ഈ വരുന്ന റമളാനിനെ അല്ലാഹു നമുക്ക് ജീവിക്കാൻ തന്നാൽ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുമെന്ന ഒരു തീരുമാനം ഈ സമയത്ത് എന്നിലും നിങ്ങളിലും ഉണ്ടാവണം. മഹാനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവനാണ്. പ്രസിദ്ധനായ സ്വഹാബി വര്യൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉഹുദ് ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന് നടന്ന ബദർ യുദ്ധം, ആ ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിൽ അതീവ സങ്കടത്തിലായിരുന്നു അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൻ്റെ ഒക്കെ ജീവിതം പരിശോധിച്ചാലേ ഒരു നന്മ ചെയ്യാൻ സാധിക്കാതെ പോയാൽ വലിയ സങ്കടമായിരുന്നവർക്ക്. നേരത്തെ പറഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജീവിതത്തിൽ മരണം വരെ കരഞ്ഞ ഒരു വിഷയമുണ്ട്. അറിയോ നിങ്ങൾക്ക്? മരണം വരെ കരഞ്ഞ ഒരു കാര്യം എന്താ അറിയോ? ഒരു ദിവസത്തെ സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നതാണ് കാരണം. ഒരു ദിവസത്തെ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. എന്ത് സംഭവിച്ചു? നേരം വെളുക്കുന്നത് വരെ ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങളിൽ മുഴുകി നഷ്ടപ്പെടുത്തിയതാണോ? അല്ല, മറിച്ച് പേർഷ്യൻ പട്ടണമായ തുസ്താർ, കോട്ടകളാൽ ചുറ്റപ്പെട്ട ആ ഒരു പ്രദേശം മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്ത് ജയിച്ചടക്കുന്നു. ആ പ്രദേശം പിടിച്ചടക്കുന്നത് ഒരു സുബഹിന്റെ സമയത്തായിരുന്നു. രാത്രി മുഴുവനും യുദ്ധത്തിലാണ്. അന്നത്തെ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്. സഹോദരങ്ങളെ, ആ യുദ്ധത്തിന്റെ ഓർമ്മകൾ വരുന്ന സമയത്ത് ആദ്യം അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കും. എന്തിനാ? ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു എന്ന കാരണം കൊണ്ട് ആദ്യം ഒന്ന് പുഞ്ചിരിക്കും.
പിന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാം, അന്നത്തെ ദിവസം എനിക്ക് നഷ്ടപ്പെട്ട സുബഹിന്റെ ജമാഅത്തുണ്ടല്ലോ, അതിനു പകരമായി ലോകത്തുള്ള സർവ്വതും എനിക്ക് ലഭിച്ചാലും മതി വരില്ലല്ലോ. ഒരു ദിവസത്തെ സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് മരണം വരെ പൊട്ടിക്കരഞ്ഞ സ്വഹാബത്ത. നമ്മുടെ മുൻഗാമികളെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഗൗരവത്തോടുകൂടി ഒന്ന് ചിന്തിക്കണേ. അദ്ദേഹത്തിന്റെ അമ്മാവനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സങ്കടത്താൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയുമോ? ലഇൻ അശ്ഹദനി അല്ലാഹു അസ്സ വജല്ല ഖിതാലാ. അല്ലാഹുവിന്റെ റസൂലേ, പടച്ച റബ്ബെങ്ങാനും എനിക്ക് ഇനി ഒരു യുദ്ധത്തിന് അവസരം തന്നാൽ ലയുരിയന്നല്ലാഹു മാ അസ്നഉ, അല്ലാഹ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും ഈ അനസെങ്ങനെ പ്രവർത്തിക്കുമെന്ന്. അനസെങ്ങനെ പ്രവർത്തിക്കുമെന്ന് പടച്ച റബ്ബ് കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അങ്ങനെ ഉഹുദിന്റെ യുദ്ധത്തിന്റെ സാഹചര്യം കടന്നു വരുമ്പോ ആ യുദ്ധത്തിനതാ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഒരുങ്ങുകയാ. ആവേശത്തോടെ, താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ യുദ്ധഭൂമിയിലേക്ക് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോ, യുദ്ധഭൂമിയിൽ വെച്ചുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന സമയത്ത് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ സഅദ് ഇബ്നു മുആദ് അൽ ജന്നത്തു വറബ്ബുൻ നദർ. സഅദേ, അനസിന് സ്വർഗം വേണം സഅദേ, അനസിന് സ്വർഗം വേണം സഅദേ. ഇന്നി അജിദു റിഹഹാ ദൂന ഉഹദിൻ. ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധമിതാ അനസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അനസിന് സ്വർഗം വേണം സഅദേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിലേക്ക് ചെല്ലുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഇനി ഒരു അവസരം അനസിന് കിട്ടിയാൽ അനസ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അല്ലാഹ് കാണും. അല്ലാഹു കാണും അനസ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. ആ അവസരം കിട്ടിയിരിക്കുകയാണ്. ഉഹുദിന്റെ ആ യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെ, അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ശക്തമായി പോരാടി. ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ തങ്ങളാലാവുന്ന വിധത്തിലുള്ള എല്ലാവിധ അടവുകളും പയറ്റി ഉഹുദിന്റെ യുദ്ധഭൂമിയിലേക്ക് പാഞ്ഞു വന്ന ശത്രുപക്ഷത്തെ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ശക്തമായി എതിരിടുന്നുണ്ട്. അവസാനം ആ യുദ്ധത്തിന്റെ പൊടിപടലങ്ങൾ അടങ്ങിയപ്പോ പ്രിയപ്പെട്ടവരെ, ഷഹീദായ ആളുകളുടെ കൂട്ടത്തില് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ 80-ലധികം വെട്ടുകളും കുത്തുകളും ആ ശരീരത്തിലുണ്ടായിരുന്നു. അവസാനം സഹോദരി റബീഅ ബിൻത് നദർ ഒരു വിരല് കണ്ട് ഇത് എന്റെ കൂടപ്പിറപ്പിന്റെ വിരല എന്ന് പറഞ്ഞിട്ട് ഇത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാണ് എന്ന് തിരിച്ചറിയുന്നത്. അത്രമാത്രം വികൃതമാക്കിയിരുന്നു ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ എന്നർത്ഥം. ഒരവസരം കിട്ടിയപ്പോ അത് ഉപയോഗപ്പെടുത്തിയ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഇത്തരം സ്വഹാബത്തിന്റെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വചനമുണ്ടല്ലോ, 32-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. അല്ലാഹ് പറയാ,
അല്ലാഹു പറയാ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളായ ആളുകളിൽ ചില പുരുഷന്മാരുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഏതൊരു കാര്യത്തിൽ അല്ലാഹുവുമായി ഉടമ്പടി ചെയ്തുവോ അതിലവര് സത്യസന്ധത പുലർത്തി, പറഞ്ഞ വാക്ക് പാലിച്ചവരാണ്. എങ്ങനെയാണ്? ഫമിൻഹും മൻ ഖളാ നഹ്ബഹു. ചില ആളുകൾ രക്തസാക്ഷിത്വത്തിലൂടെ വാക്ക് പാലിച്ചു. വമിൻഹും മൻ യൻതദിർ. ചില ആളുകൾ അവസരം കാത്തു നിൽക്കുകയാണ്. പക്ഷേ വമാ ബദ്ദലൂ തബ്ദീലാ. അല്ലാഹു പറയാണ് അവര് ഉടമ്പടിക്ക് യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. പറഞ്ഞ വാക്ക് പാലിച്ചവരാണ് ഇവർ എന്നല്ല പറയാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പറഞ്ഞ വാക്ക് പാലിക്കുന്നവരായിരിക്കണം. അല്ലാഹു നമുക്ക് നൽകുന്ന ഒരവസരമാണ് റമളാൻ. ഈ റമളാനിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സത്യത്തില് ഞാനും നിങ്ങളുമൊക്കെ അല്ലാഹു നമുക്ക് നൽകുന്ന ഓരോ സെക്കൻഡുകളെയും നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് പടച്ച റബ്ബിന് കരാറ് ചെയ്ത് ഭൂമിയിലേക്ക് വന്നവര് തന്നെയാണ് നമ്മളൊക്കെ, അല്ലേ? ജനിച്ച് വരുന്ന സമയത്തു തന്നെ, അല്ലെ, നമ്മളൊക്കെ ദുനിയാവിലേക്ക് വരുന്ന ആ സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അലസ്തു ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ എന്ന് ചോദിച്ച അവസരത്തിൽ ബല എന്ന് എല്ലാവരും മറുപടി പറഞ്ഞിട്ട ഭൂമി ലോകത്തേക്ക് വരുന്നത്. ഇനി മാത്രമല്ല, കുഞ്ഞുനാളിലെ നമ്മൾ പഠിച്ചുകൊണ്ട് ആവർത്തിച്ച് ചൊല്ലിയിരുന്ന ഷഹാദത്ത് കലിമകളുണ്ടല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ കലിമയുടെ ഉച്ചാരണത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റെടുത്തത് വലിയ ഒരു ഉത്തരവാദിത്തം തന്നെയാ. നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും സഹിക്കാനും എന്തും ത്യജിക്കാനും അവര് തയ്യാറായതിന്റെ പിന്നില് ഈ കലിമകൾ തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ കാരണമെന്നത് ഗൗരവത്തോടെ മനസ്സിലാക്കണേ. ജീവിതത്തിൽ അല്ലാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തായി അവര് കണ്ടത്, മനസ്സിലാക്കിയത്, അനുഭവിച്ചത് ഈ ഇസ്ലാം എന്ന മതമാണ്. അല്ലാഹു അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അതേ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിലൂടെ പടച്ച റബ്ബ് പറഞ്ഞില്ലേ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനൊരു മുസൽമാനായി ജനിച്ചവനാണെങ്കിൽ അവൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മതത്തിലെ ഒരു മെമ്പറായി പറക്കാൻ സാധിച്ചു എന്നതാ. ആ നിഅമത്തിനുള്ള നന്ദി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ കിട്ടുന്ന ഓരോ സെക്കൻഡുകളും അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്തു തന്നെ നമ്മൾ പറയുന്ന വാക്കെന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ യഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. വീണ്ടും എനിക്ക് ആയുസ് തന്ന, ഉറക്കമെന്ന് പറഞ്ഞാൽ അർദ്ധമരണമെന്നല്ലേ വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിച്ചത്. ആ ഉറക്കിൽ നിന്ന് വീണ്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവൻ നൽകിയ റബ്ബിനെ നമ്മൾ സ്തുതി പാടുന്നത് എന്തിനാണ്? വീണ്ടും എനിക്ക് നന്മകൾ ചെയ്യാൻ,
പടച്ച റബ്ബേ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ വീണ്ടും എനിക്ക് അവസരങ്ങൾ തന്ന റബ്ബേ, നിനക്ക് സ്തുതിയല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ അവന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. മാത്രമല്ല, നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ദുആഉൽ ഇഫ്തിതാഹിലൂടെ നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ നമസ്കാരവും എൻ്റെ ആരാധനാ കർമ്മങ്ങളും ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും സർവലോക രക്ഷിതാവായ റബ്ബേ നിനക്കാ. അവിടെ ജീവിതം അല്ലാഹുവിനാണ് എന്ന് അല്ലാഹു നമ്മെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഓരോ ദിവസവും അതാ ഫാത്തിഹ സൂറത്തിലൂടെ 17 തവണ നമ്മൾ നിർബന്ധമായും പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിച്ച് നിന്നോട് മാത്രം സഹായം തേടി ഞങ്ങൾ ജീവിക്കുമല്ലാ. ഇങ്ങനെ നമ്മളെ കൊണ്ട് ഒരു ദിവസം പറയിപ്പിക്കുന്ന വ്യത്യസ്ത പ്രാർത്ഥനകള്, ഇതെല്ലാം പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഓരോ സെക്കൻഡുകളും ഞാൻ എൻ്റെ റബ്ബിന് സമർപ്പിക്കും. എൻ്റെ റബ്ബിനുള്ളതാണ്. എനിക്ക് അല്ലാഹു തരുന്ന അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന തീരുമാനത്തിൽ സത്യത്തിൽ നമ്മളൊക്കെ ഒപ്പുവെച്ചവരാണ് അല്ലേ? അതുകൊണ്ട് ഈ അവസരങ്ങളെ നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓരോ സെക്കൻഡുകളും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഓരോ സെക്കൻഡിലും അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ വമ്പിച്ചതാണ്. അല്ലാഹു തന്ന നിഅമത്തുകളെ ഖുർആനിൽ അല്ലാഹു എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഒരു ദിവസം നിർവഹിക്കേണ്ട അമലുകളെ കുറിച്ച് പരിശോധിച്ചാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കും നമുക്ക്, അല്ലേ? അല്ലാഹു തന്ന നിഅമത്തുകള് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലാത്ത അത്രക്കുമുണ്ട്. പക്ഷേ ആ നിഅമത്തുകൾക്ക് നന്ദിയായി നിർവഹിക്കേണ്ട ആരാധനാ കർമ്മങ്ങള് പ്രിയപ്പെട്ടവരെ വളരെ കുറച്ചു മാത്രമേ നിർവഹിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡുകളും അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. ആ സെക്കൻഡുകൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു തരുന്ന അവസരങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏത് അവസരത്തെയും നഷ്ടപ്പെടുത്തി കളയല്ല. അവസരങ്ങൾ കിട്ടിയിട്ട് ആ അവസരങ്ങൾ എങ്ങാനും നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, മരണസമയത്ത് ചില ആളുകളുടെ വിലാപം എന്തായിരിക്കുമെന്നുള്ളത്, അല്ലേ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് എന്നൊക്കെ പറയുന്ന ആയത്ത് പലപ്പോഴും നമ്മളൊക്കെ കേട്ടവരാണ്. മരിക്കുന്ന അവസരത്തിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിലവിളിക്കുകയാണ്, ഒരല്പസമയം കൂടി ആയുസ് തരുമോ റബ്ബേ എന്ന് ചോദിച്ചുകൊണ്ട്. എന്തിനാണ് ആയുസ്? ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. സ്വതക്ക നൽകാൻ, സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അല്ലേ? സമയം എമ്പാടും കിട്ടിയവനാ. 10, 20, 40, 60 വയസ്സുവരെയൊക്കെ ജീവിക്കാൻ അവസരം കിട്ടിയവനാ. നന്മകൾ ചെയ്യാൻ എമ്പാടും അവസരങ്ങൾ കിട്ടിയവനാണ്. പക്ഷെ ആ സമയത്തൊന്നും നന്മകളെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായില്ല. ഭൗതികമായ ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾക്ക് പിന്നാലെ, ആഡംബരങ്ങൾക്ക് പിന്നാലെ, ആഘോഷങ്ങൾക്ക് പിന്നാലെ സമയം, സമ്പത്ത്, ആരോഗ്യം എല്ലാം പണയപ്പെടുത്തി അവരങ്ങനെ അറമതിക്കുകയായിരുന്നു. ചില ആളുകൾ നരകത്തിലെത്തുന്ന സമയത്ത് സ്വർഗക്കാര് ചോദിക്കുന്നില്ലേ, മാ സലകകും ഫീ സഖർ,
എന്തേ ഈ സഖറാകുന്ന നരകത്തിൽ വരാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അവര് നൽകുന്ന ഒരുപാട് മറുപടികളുടെ കൂട്ടത്തിലൊന്ന് വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, അതേ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഞങ്ങളും ഒഴുകിപ്പോയി. ഈ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഞങ്ങളും ഒഴുകിപ്പോയി. കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ വിലപിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 90-ാമത്തെ ആയത്തിൽ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി മരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആരാ? ലോകത്ത് ഞാൻ അള്ളയാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഫിർഔൻ. പലരും അപ്രകാരം വാദിച്ചുകൊണ്ട് ഇന്നും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ വെച്ച് കെട്ടാൻ പലരും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദുരിതപൂർണമായ കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. വഅന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിർഔൻ, ഫിർഔൻ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞവൻ, ആ ഫിർഔൻ എന്റെ കൺട്രോളിലാണ് ഈ നദി ഒഴുകുന്നത് എന്ന് ഫിർഔൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ആ ഫിർഔനിനെ ആ നദിയിൽ തന്നെ റബ്ബ് പിടിച്ച് മുക്കിക്കൊല്ലുന്ന സമയം, ആ സമയത്ത് സമുദ്രത്തിന്റെ ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഫിർഔന് പറഞ്ഞ വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, സമുദ്രത്തിൽ മുങ്ങി മരിക്കാറായപ്പോ ഖാല അവൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ബനൂ ഇസ്രായീലുകാര് വിശ്വസിച്ച അതേ ദൈവത്തിൽ ഞാനും ഇതാ വിശ്വസിക്കുന്നു, അവനല്ലാതെ ഒരു ദൈവമില്ല, ഞാനും മുസ്ലിമീങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവൻ തന്നെയാ എന്നൊക്കെ വിളിച്ചു പറയാ. സമുദ്രത്തിൽ ഇങ്ങനെ മുങ്ങി മരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞു. അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടായിരുന്നു ഫിർഔനിനും. എല്ലാവർക്കും ഒരു സമയമുണ്ട്. വേർപാടിന്റെ സമയം അറിയുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ആ സമയം വരെ ചാൻസ് ഉണ്ട്. മരിക്കുകയാണ് എന്ന് തോന്നുന്ന ആ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്തരം ചിന്തകളൊക്കെ വരും. ചെയ്തു കൂട്ടിയ നെറുകേടുകളെ കുറിച്ച്, ചെയ്യാതെ മാറ്റിവെച്ച ഒരുപാട് സൽക്കർമ്മങ്ങളെ കുറിച്ച്, ഒരുപാട് നല്ല നല്ല കർമ്മങ്ങൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ട് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തതിന്റെ അത്തരത്തിലുള്ള ആ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് വിലപിക്കും. പക്ഷേ ലാ ഫായിദ, ഒരു പ്രയോജനമില്ല. അതിന്റെ ഉദാഹരണമാണ് ഫിർഔനിന്റെ മരണം. ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇത്തരം ഒരവസ്ഥ വരാതിരിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നതാണ്. ഇനി റമദാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല അവസരമാണ്. എന്നാൽ സഹോദരങ്ങളെ, റമദാൻ എന്ന മാസം എങ്ങനെയാണ് നമുക്ക് അവസരമായി തീരുന്നത്? 11 മാസക്കാലം ഏത് വിധത്തിൽ ജീവിച്ചാലും റമദാൻ എന്ന ഒരു മാസം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റമദാൻ എന്ന മാസത്തിൽ നിസ്കാരം, ഖുർആനോത്ത്, അതുപോലെ തന്നെ സ്വതഖ, നോമ്പ്, ഇതൊക്കെ ഒന്ന് നന്നാക്കിയാൽ നമുക്ക് സ്വർഗത്തിലെത്താം എന്ന നിലക്കാണോ നാം റമദാനിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ ആ ധാരണ വലിയ അബദ്ധമാണ്. റമദാൻ അങ്ങനെയല്ല അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി വർഷത്തിൽ ഒരു മാസക്കാലം പണിയെടുത്താൽ മതിയോ? അള്ളാന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം. അല്ലേ?
ആ സ്വർഗത്തിന് ഒരു മനുഷ്യൻ എത്രമാത്രം പണിയെടുക്കണം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലമത്രയും പണിയെടുത്താൽ പോലും സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അത്രക്ക് വമ്പിച്ചതാണ് സ്വർഗം. അള്ളാന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തറിയോ? ഒരു മനുഷ്യൻ, അയാള് ജനിച്ച അന്ന് മുതൽ വാർദ്ധക്യം ബാധിച്ച് മരിക്കുന്നതുവരെ സ്വർഗം ലഭിക്കാൻ ഭൂമിയിലൂടെ തലകുത്തി നടന്നു എന്നാണ്. ഇങ്ങനെ കാല് കുത്താതെ കാല് മേൽപോട്ടാക്കി തലകുത്തി നടന്നു. ഇത് ഉദാഹരണമാണ്. നാളെ മുതൽ സ്വർഗം കിട്ടാൻ വേണ്ടി തലകുത്തി നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അള്ളാന്റെ റസൂൽ ഉദാഹരണം പറയാ. ഒരാള് തലകുത്തി നടക്കുക സ്വർഗം കിട്ടാൻ. അവിടെ ആ മനുഷ്യൻ സ്വർഗത്തിന് വേണ്ടി എടുക്കുന്ന റിസ്ക് എത്ര വലുതാ. ഇനി അതിനുവേണ്ടി അയാൾ ഉപയോഗപ്പെടുത്തിയ ആയുസ്സോ ജനിച്ചത് മുതൽ വാർദ്ധക്യം ബാധിച്ച് മരിക്കണ വരെ. ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ആ ഒരു വിധി, ആ അലംഘനീയമായ വിധിക്ക് മുന്നിൽ കീഴ്പ്പെട്ട് മരണം സംഭവിച്ച് ആഖിറത്തിലേക്കെത്തി സ്വർഗത്തിന്റെ കവാടങ്ങൾ അയാൾക്ക് മുന്നിൽ തുറക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് നോക്കിയാൽ ആ മനുഷ്യൻ വരെ പറഞ്ഞു പോകും, ഈ സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്താ പ്രവർത്തിച്ചത്? ഈ സ്വർഗം ലഭിക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ റബ്ബേ. അതാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലമെന്ന് പറയുന്നത് പോലും ദുനിയാവ് മുഴുവനും ഇതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഇസ്രായീലിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നില്ലേ? 500 വർഷം അയാൾ ഇബാദത്ത് ചെയ്ത് ജീവിച്ചു. 500 വർഷം ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യന് അള്ളാഹുവിന്റെ മുന്നിലേക്ക് എത്തിയപ്പോ ആ മനുഷ്യനോട് അള്ളാഹ് പറയുമത്രേ, എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ 500 വർഷം ഇബാദത്ത് ചെയ്ത എനിക്ക് ഇനി നിന്റെ ഔദാര്യം കൂടി വേണോ സ്വർഗത്തിലെത്താൻ? ആ സമയത്ത് ആ മനുഷ്യന് പടച്ച റബ്ബ് അവൻ ചെയ്ത കർമ്മങ്ങളുടെ പ്രത്യേകത, അവൻ ചെയ്ത കർമ്മങ്ങളുടെ വലുപ്പം, സ്വർഗത്തിന്റെ വലുപ്പം എത്രമാത്രമുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ. ഒരു തുലാസ് കൊണ്ടുവന്ന് ആ തുലാസിന്റെ ഒരു തട്ടില് അവൻ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അനുഗ്രഹങ്ങളല്ലേ റബ്ബ് ഒരു മനുഷ്യന് ചൊരിഞ്ഞു നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളിൽ കണ്ണ് എന്ന അനുഗ്രഹം മാത്രമല്ല ഒരു തട്ടില് വെക്കുന്നു. അല്ലാഹു തന്ന വമ്പിച്ച നിഅമത്തല്ലേ. അലം നജ്അൽ ലഹു ഐനൈൻ. കണ്ണില്ലാത്തവന്റെ ജീവിതം എത്ര പ്രയാസകരമായിരിക്കും പ്രിയപ്പെട്ടവരെ. കണ്ണ് എന്ന നിഅമത്ത് മാത്രം ഒരു തട്ടിൽ അല്ലാഹു വെക്കുന്നു, മറുതട്ടിൽ 500 വർഷത്തെ ഇബാദാത്തുകളും വെക്കുന്നു. അതങ്ങ് തൂക്കി നോക്കുമ്പോ കണ്ണ് വെച്ച തട്ടുണ്ടല്ലോ, ആ തുലാസിന്റെ കണ്ണ് വെച്ച ഭാഗമുണ്ടല്ലോ, അത് ഭാരം കൂടി താഴോട്ട് താങ്ങിപ്പോകുന്നു. അത് ഭാരം കൂടുതലാണ്. അഥവാ കണ്ണ് എന്ന അനുഗ്രഹത്തിന് പോലും പ്രിയപ്പെട്ടവരെ 500 വർഷത്തെ ഇബാദാത്തുകള് പകരമായിട്ടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്രക്കും അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ പ്രിയപ്പെട്ടവരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും നന്മകളും നിർബന്ധമായ കർമ്മങ്ങളും നിർവഹിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ എത്ര ശ്രമിച്ചാലും അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമാവുകയില്ല.
അത്രക്ക് മഹത്തരമാണ് പടച്ച റബ്ബിന്റെ നിഅമത്തുകൾ, അത്രക്ക് വമ്പിച്ചതാണ് അള്ളാഹു ഒരുക്കിയ സ്വർഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മാസക്കാലം നന്നാവാനുള്ള നീയത്ത് വെച്ചുകൊണ്ടല്ല റമളാനിലേക്ക് ഒരാളും വരേണ്ടത്. അങ്ങനെയാണെന്ന് പല ആളുകൾ റമളാനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ ചില വീട്ടിലേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ ജാറ മൂടിയ പോലെ ടെലിവിഷനിലൊക്കെ മൂടി വെച്ചിട്ടുണ്ടാവും. ഒരു തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചു. റമളാന ആ കണക്ഷനൊക്കെ വേർപ്പെടുത്തി റമളാനാണ് എന്നുള്ളത് കൊണ്ട് ടെലിവിഷനൊക്കെ മൂടി വെച്ചു. റമളാന് കഴിഞ്ഞാലോ ശവ്വാലിന്റെ പൊന്നമ്പിളി കണ്ടാൽ പിന്നെ കാണുന്ന കാഴ്ച എന്താ? വീട്ടിനകത്ത് വല്ലുമ്മയുണ്ട്, വല്ലുപ്പയുണ്ട്, പേരമക്കളുണ്ട്, സഫായി ഇരുന്ന് മാറി മാറി വരുന്ന ആഴ്ചകളിലെ സിനിമകളും സീരിയലുകളും പാട്ടുകളും കൂത്തുകളും ഇങ്ങനെ കണ്ട് ആ മതിമറന്ന് അതിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാ അല്ലേ? അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഇന്നലകളിൽ സംഭവിച്ചു പോയ കഴിഞ്ഞു പോയ എല്ലാ റമളാനുകളുമെങ്കിലും ആ റമളാനൊന്നും നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ആ റമളാന് കൊണ്ടൊന്നും അല്ലാഹുവിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമല്ല. ആ റമളാനിൽ അനുഷ്ഠിച്ച നോമ്പ് നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ കടന്നു വരുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് വേണ്ടി ശഫാഅത്ത് ഓതാൻ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് വരുന്നില്ല. അല്ലേ? ഒരു മാസക്കാലം നന്നാവാനല്ല സത്യത്തിൽ റമളാൻ അല്ലാഹു ഒരുക്കിയത്. ഒരു മാസക്കാലം നന്നാവാനല്ല. ഇപ്പൊ റമളാനിൽ നോമ്പെടുക്കുന്ന സമയം, ആ നോമ്പെടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ. എന്താണ്? സാധാരണ കേൾക്കാറുണ്ടല്ലോ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബി, മോശമായ വാക്കുകളും പ്രവർത്തികളും ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ഹദീത്തിൽ എവിടെയെങ്കിലും ഇത് റമളാനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കുറേ ആളുകൾ അതാ മനസ്സിലാക്കിയത്. റമളാനിൽ മോശമായ വാക്കുകളും മോശമായ പ്രവർത്തികളും മാറ്റിവെക്കണം. ഇല്ല, റമളാനിൽ പ്രത്യേകമായി മാറ്റിവെക്കാനുള്ളത് അനുവദനീയമായ പല കാര്യങ്ങളുമാണ്. ഭക്ഷണം മുന്നിലുണ്ട്, കഴിക്കാൻ പാടില്ല. വെള്ളം മുന്നിലുണ്ട്, കുടിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ പകൽ സമയം അത്തരത്തിലുള്ള ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. റമളാനിലുള്ള വിലക്കിയത് അനുവദനീയമായ ചില കാര്യങ്ങളാ. അതല്ലാതെ നിഷിദ്ധമായ റമളാനിൽ സ്പെഷ്യൽ നിഷിദ്ധമായ കാര്യങ്ങള് അങ്ങനെയില്ല. മോശമായ വാക്കുകളും മോശമായ പ്രവർത്തികളും എല്ലാ കാലത്തും നിഷിദ്ധമാണ്, റമളാനിൽ മാത്രമല്ല. അങ്ങനെയാണ് കുറെ ആളുകൾ റമളാനിലേക്ക് വരുന്നത്. റമളാൻ എന്ന ആ മാസം മാത്രം നന്നാവാൻ നീയത്ത് വെച്ച് വരുന്നവരുണ്ട്. പാടില്ല, അങ്ങനെ വന്നിട്ട് കാര്യമില്ല. അങ്ങനെ വരുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലം. എത്ര നോമ്പുകാരാ നോമ്പ് കൊണ്ട് ദാഹം കിട്ടി, പട്ടിണി കിട്ടി എന്നല്ലാതെ വേറെ ഒന്നും ലഭിച്ചില്ല. വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര രാത്രി ദീർഘമായി നമസ്കരിച്ചവരാ, നമസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെ ഒന്നും ലഭിച്ചില്ല. ഉണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നു രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, റമളാൻ എന്ന മാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളുമൊക്കെ ഇതര മാസങ്ങളിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതേ കർമ്മങ്ങളാണ് റമളാനിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. പക്ഷെ റമളാനിലേക്ക് വരുന്ന സമയം ആ കർമ്മങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ആ കർമ്മങ്ങൾക്ക് ചില മഹത്വങ്ങളുണ്ട്.
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റമളാനിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നു എന്നതാണ്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം. അതാ റമളാനിന്റെ പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ചൊരിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമുണ്ട്. ഈ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഇതര സമുദായങ്ങളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? ആ പ്രത്യേകതയുടെ കൂട്ടത്തിൽ ഒന്നാണ് കുറഞ്ഞ കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം അല്ലാഹു നൽകുന്ന ചില പ്രത്യേകമായ സന്ദർഭങ്ങളുണ്ട് ഈ ഉമ്മത്തിന്. കുറഞ്ഞ കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം. കാരണം എന്താ? ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70 വഅഖല്ലുഹും മൻ യജൂസു ദാലിക്. ഈ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 60നും 70നും ഇടയിൽ തീരുന്നതാ. അപ്പൊ 70ന്റെ മുകളിലുള്ളവരോ ഉമ്മത്തിൽപ്പെട്ടവരല്ലേ? ആണ്. റസൂലുള്ളാഹി പറഞ്ഞു വഅഖല്ലുഹും മൻ യജൂസു ദാലിക്. കുറച്ചാളുകൾ അപ്പുറം വിട്ട് കിടക്കും. പക്ഷെ മഹാഭൂരിഭാഗം ആളുകളും 60നും 70നും ഇടയിൽ പോകുന്നവരാ. എന്നാൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആയുസ് എത്രയാ? അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോ 1050 വർഷം കുറവ്. 950 വർഷം പ്രബോധന കാലഘട്ടം. അപ്പൊ ജീവിച്ചതോ, അവിടെയുള്ള ജനങ്ങൾ ജീവിച്ചതോ 1000ഉം 900ഉം 800ഉം ഒക്കെ വർഷങ്ങളായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. നമ്മുടെ ആയുസ്സോ 60, 70. അപ്പൊ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ആളുകൾ ചെയ്ത കർമ്മങ്ങൾക്ക് എത്രമാത്രം പ്രതിഫലമുണ്ടോ ആ പ്രതിഫലം ഈ 60, 70 കൊല്ലം ജീവിക്കുന്ന നമുക്കും പടച്ച റബ്ബ് നൽകേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് ചില പ്രത്യേകമായ അവസരങ്ങൾ നിശ്ചയിച്ച് ആ അവസരങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വമ്പിച്ച ഓഫറുകളാണ് റബ്ബ് നൽകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരവസരമാണ് റമളാൻ എന്ന് പറയുന്നത്. വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഗോൾഡൻ ചാൻസ് ആണ് റമളാൻ. അതുകൊണ്ടാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, നമ്മൾ ചരിത്ര സംഭവം പലപ്പോഴും കേട്ടതാണ്. റമളാനിന്റെ സമയത്തൊക്കെ ഖുതുബകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളാണ്. ബലി എന്ന് പറയുന്ന ദേശത്ത് 2 ആളുകൾ റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചല്ലോ. ആ 2ൽ ഒരാള് നല്ലതുപോലെ അധ്വാനിച്ച് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് ഷഹീദായിട്ടാണ് മരിച്ചത്. 2ാമത്തെ വ്യക്തി പിന്നെയും 1 വർഷം കഴിഞ്ഞ് ഒരു സാധാരണ മരണം. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടില്ലേ? ആ സ്വപ്നത്തില് ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുന്നത് ഈ 2 പേരും സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ്. സ്വർഗത്തിൽ നിന്ന് കവാടം തുറന്ന് ഒരാൾ പുറത്തേക്ക് വന്നിട്ട് 2ാമത് മരണപ്പെട്ട വ്യക്തിയെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിച്ചു. അതിനുശേഷമാണ് 1ാമത് മരണപ്പെട്ട ഷഹീദിനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. ഷഹീദ് പോയത് 2ാമതാ. സാധാരണ ഒരു മരണം മരിച്ച ആ വ്യക്തി ആദ്യം സ്വർഗത്തിലെത്തി. റസൂലുള്ളാഹിനോട് ഇതിനെക്കുറിച്ചാ ചോദിക്കുന്നത്. റസൂലുള്ളാഹിനോട് ചോദിക്കുക, എങ്ങനെ ഷഹീദല്ലേ ആദ്യം പോവേണ്ടത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സനാ. ആ ഷഹീദായ മനുഷ്യനേക്കാൾ 1 വർഷം അധികമായി ആ വ്യക്തി ജീവിച്ചില്ലേ? 1ാമത് സ്വർഗത്തിലെത്തിയ വ്യക്തി 1 വർഷം പിന്നെയും ജീവിച്ചിട്ടില്ലേ? അതാണ് കാരണം. അവിടെ നിർത്തിയില്ല റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് വീണ്ടും ചോദിക്കുന്നു, വഅദറക റമളാൻ, 1 റമളാൻ അധികം ലഭിച്ചില്ലേ? ആ ഷഹീദായ മനുഷ്യനേക്കാൾ 1 റമളാൻ അധികം ലഭിച്ചില്ലേ ആ മറ്റ് 2ാമത് മരണപ്പെട്ട് 1ാമത് സ്വർഗത്തിൽ പോയ വ്യക്തിക്ക്?
എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. അവരുടെ കർമ്മങ്ങൾ തമ്മിലുള്ള അന്തരമെന്ന് പറയുന്നത് ആകാശഭൂമികൾക്കിടയിൽ എത്രമാത്രം വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസമുണ്ട് അവരുടെ കർമ്മങ്ങൾ തമ്മിൽ. ഷഹീദായി മരണപ്പെട്ട വ്യക്തിയേക്കാൾ കൂടുതൽ അമല് ആരുടെ അക്കൗണ്ടിലുണ്ട്? ഒരു റമളാൻ അധികം കിട്ടിയ ആ വ്യക്തിയുടെ അക്കൗണ്ടിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ഒരു റമളാൻ നമുക്ക് അധികം ലഭിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന വലിയ നിഅമത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറിൽ മറമാടപ്പെട്ട വ്യക്തികളോടെങ്ങാനും ചോദിച്ചാൽ, തമന്നോ, നിങ്ങൾ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ എന്നെങ്ങാനും ഖബറിൽ മറമാടപ്പെട്ട വ്യക്തികളോട് ചോദിക്കപ്പെട്ടാൽ, ലതമന്നൗ യൗമം മിൻ റമളാൻ, അവർ ആഗ്രഹിക്കുമായിരുന്നു, റമളാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് തരുമോ? മറമാടപ്പെട്ട വ്യക്തികൾ വരെ ആഗ്രഹിച്ചു പോകുന്നതാണ് റമളാനിലെ ഒരു ദിവസമെന്ന് പറയുന്നത്. അതിനർത്ഥം പ്രിയപ്പെട്ടവരെ, ഖബറിലുള്ളവര് പറയുമെന്നല്ല, അത്രമാത്രം മഹത്വമുള്ളതാണ് റമളാനിലെ ഓരോ ദിവസവും എന്ന് പറയുന്നത് എന്നാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അത്രമാത്രം മഹത്വമേറിയ റമളാനാണ് പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ഒരു നല്ല അവസരമാണ് റമളാൻ. അതുകൊണ്ടാണ് ഈ റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ ഒരാളങ്ങ് മരണപ്പെട്ടു പോയാൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലേ? റമളാൻ എന്ന മാസം ആളുകൾക്ക് നൽകുന്ന റമളാനാകുന്ന ചരക്ക് കപ്പല്, അതിലുള്ള ഓരോ ചരക്കുകളും നമ്മൾ സ്വീകരിക്കണം. അതിലേറ്റവും വലിയ ചരക്കാണ് മഗ്ഫിറത്ത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്ന ഒരു മാസമാണ് റമളാൻ. റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് എങ്ങനെ എത്തിയാലാ സ്വർഗം ലഭിക്കുക? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന കാണാം ഖുർആൻ സൂറത്തു ശുഅറായിൽ. എന്താ? വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖിയാമത്ത് നാളിൽ ആളുകളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ലോകത്ത് ആ മഹ്ശറ വൻസഭയിൽ അല്ലാഹ് എന്നെ വഷളാക്കല്ല, എന്നെ പരിഹസിക്കല്ല, എന്നെ നിന്ദിക്കല്ല റബ്ബേ. ആരാ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം മകനെ വരെ ബലിയറുക്കാൻ തയ്യാറായ പ്രവാചകനാണ്. ഓ ഇബ്രാഹിമേ, കീഴൊതുങ്ങയെന്ന് പറയേണ്ട താമസം ആരോടും ചോദിക്കാതെ ഉടനടി പ്രതികരിച്ചില്ലേ? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഞാനിതാ എന്നെ സൃഷ്ടിച്ച് എന്നെ സദാ നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിന് എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച, അതിൻ്റെ പേരിൽ ഒരുപാട് യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിക്കേണ്ടി വന്ന പ്രവാചകനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയാ, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, എന്നെ വഷളാക്കല്ല, പരിഹസിക്കല്ല റബ്ബേ. ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ലോകത്ത്, കാരണം ആ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൗമ തുബ്ലസ്സറാ
മനുഷ്യരെ, നമ്മുടെ മനസ്സിന്റെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്ന ലോകമാണ്. ഈ ഭൂമി ലോകത്ത് ഒരുപക്ഷെ ഒരാൾ അറിയാതിരിക്കാനായിരിക്കാം നമ്മൾ ശ്രമിച്ചത്. ഭാര്യ അറിയാതിരിക്കാൻ, ഭർത്താവ് അറിയാതിരിക്കാൻ, മക്കള് കാണാതിരിക്കാൻ. പക്ഷേ നാളെ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവ്വലുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതലും അവസാന നാളിന്റെ അവസാന സെക്കൻഡിൽ പിറന്ന അവസാന മനുഷ്യൻ വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ലോകമാണ്. എല്ലാവർക്കും മുന്നിലാണ് തിന്മകൾ വെളിവാക്കുന്നത്. എന്നെ പരിഹസിക്കല്ല റബ്ബേ എന്ന് ഖലീലുള്ള റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ശേഷം പറയുന്നുണ്ട്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ശുദ്ധമായ മനസ്സുമായി, പാപത്തിന്റെ കറകളൊന്നുമില്ലാതെ തെളിഞ്ഞ നല്ല വെളുത്ത മനസ്സിന്റെ ഉടമകളായി ദുനിയാവിലേക്ക് പറന്നു വീണ സമയമില്ലേ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. ശുദ്ധ പ്രകൃതിയിലല്ലേ അങ്ങനെ ലോകത്ത് നിന്ന് മരണപ്പെട്ട് റബ്ബിന്റെ മുന്നിലേക്ക് എത്തിച്ചേരുന്നവരാരോ അവർക്ക് ആ സ്വർഗമുള്ളത്. ശുദ്ധമായ മനസ്സിന്റെ ഉടമകളായി വരുന്നവർക്ക് അവർക്ക് ആ സ്വർഗം. പ്രിയപ്പെട്ടവരെ, ആ നിലക്കുള്ള ഒരു മാറ്റം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് റമളാൻ. കാരണം റമളാനിൽ പ്രത്യേകമായി നിർവഹിക്കുന്ന ഇബാദാത്തുകൾ പരിഗണിച്ചാൽ മഗ്ഫിറത്താണ് ഓഫർ. റമളാനിൽ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നിർബന്ധമായി നിർവഹിക്കാനുള്ള ഒന്ന് നോമ്പാണ്, അല്ലേ? അള്ളാഹു ഒരു മാസം വിശ്വാസികൾ നോമ്പെടുക്കാൻ അള്ളാഹു നിർബന്ധമാക്കി. ആ മാസം, ആ നിർബന്ധമായ നോമ്പിന് അള്ളാഹ് തെരഞ്ഞെടുത്ത മാസം റമളാനാ. ആ റമളാനിലെ നോമ്പിന്റെ പ്രത്യേകത എന്താ? മൻ സ്വാമ റമളാന ഈമാനം വയഹ്തിസാബാ. റമളാനിലെ നോമ്പ് വിശ്വാസത്തോടെ പ്രതിഫലം ലഭിക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരാൾ അനുഷ്ഠിച്ചാൽ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പാപങ്ങളെല്ലാം അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്നാണ്. മഗ്ഫിറത്ത് അള്ളാഹു ഓഫർ നൽകുന്നു. ഇനി റമളാനിൽ പ്രത്യേകമായി കാണുന്നതാണ് രാത്രി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നു എന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയാ, മൻ ഖാമ റമളാന ഈമാനം വയഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ഒരാള് രാത്രി ദീർഘമായി നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ഇനിയോ റമളാനിൽ പടച്ച റബ്ബ് നമുക്ക് തന്ന മറ്റൊരു ഓഫറാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ്. ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത പറഞ്ഞപ്പോ ആ ദിവസം ചെയ്യുന്ന നന്മകൾക്ക് ഒരു മനുഷ്യനവന്റെ 83 വർഷം ചെയ്യുന്ന നന്മകൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ആ ഒരൊറ്റ രാത്രി കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് നൽകുന്നത്. ആ രാത്രിയിലെ ദീർഘമായ നമസ്കാരത്തെ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു. അതേ ലൈലത്തുൽ ഖദ്റിൽ ഒരാൾ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവനും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മനുഷ്യന് റമളാൻ കിട്ടിയിട്ട് റമളാൻ അവന്റെ ജീവിതത്തിലേക്ക് വന്നു, പക്ഷേ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ സാധിക്കാതെ കഴിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, വറഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له. റമളാൻ കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് പറയാ, നശിച്ചു പോകട്ടെ, അവൻ തുലയട്ടെ. റസൂല് പറയാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് റമളാൻ കടന്നു വന്നു, എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആ റമളാൻ അങ്ങനെ അവനിൽ നിന്ന് കഴിഞ്ഞു പോയി. ശ്രദ്ധിച്ചില്ല, പരിഗണിച്ചില്ല.
മറ്റുള്ളതായ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നത് പോലെ റമദാനിനെയും അവൻ അങ്ങനെ യാത്രയാക്കി. ആ റമദാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അവന് തയ്യാറായില്ല. അങ്ങനെ റമദാന് കിട്ടി, ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആ റമദാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോകുന്നു, അവൻ നശിച്ചു പോവട്ടെ എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയിൽ മാത്രമല്ല, സാധാരണ കേൾക്കാറുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ പടികൾ ഇങ്ങനെ കയറുന്ന അവസരത്തിൽ റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലേ, സാധാരണ കേൾക്കുന്നതല്ലേ? ആ പ്രാർത്ഥനക്ക് പവർ ഉണ്ടല്ലോ. പ്രാർത്ഥിച്ചത് ജിബ്രീല, ആമീൻ എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ. ഒരിക്കലും ആ പ്രാർത്ഥന ഉത്തരം കിട്ടാതെ പോവുകയില്ല. എന്താ പ്രാർത്ഥിച്ചത്? ഒന്ന്, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുന്ന സമയം സ്വലാത്തു ചൊല്ലാത്തവൻ തുലയട്ടെ. റസൂലുള്ളാഹിന്റെ പേര് പറയപ്പെടുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം നമ്മൾ. രണ്ടാമത് പറയാ, റമദാന് കിട്ടിയിട്ട് ഒരാൾക്ക് അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, മഗ്ഫിറത്ത് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ. മൂന്നാമത്തത്, വയസ്സായ മാതാപിതാക്കളെ കിട്ടിയിട്ട്, എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? ഖുർആനിൽ വാർദ്ധക്യം എന്നത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അല്ലേ? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ. വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ നിന്റെ കൂടെയാ, നിന്റെ കൂടെ. ഇൻദക, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ എത്രമാത്രം കണിശത. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അതിന്റെ തൊട്ട് താഴെ അടുത്ത വസിയത്ത. തൗഹീദിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവൻ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോകാൻ പാടില്ല. അതേ ഗൗരവത്തോടുകൂടി കാണേണ്ടത് തൻ്റെ ഉമ്മനെ, തൻ്റെ ഉപ്പനെ, വാർദ്ധക്യം. കാരണം ആരോഗ്യ സമയത്ത് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്കറിയാം. അവർക്ക് മക്കള് തണലാവേണ്ട, താങ്ങാവേണ്ട, അവരെ മക്കള് പരിഗണിക്കേണ്ട ഒരു സമയം വാർദ്ധക്യത്തിന്റെ സമയമാണ്. അന്ന് പണം കൊടുത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കാനല്ല അല്ലാഹ് പറഞ്ഞത്, ഇൻദക, നിന്റെ പക്കൽ ഉണ്ടാവണം. ഫുട്ബോൾ കോർട്ടിലെ പന്ത് തട്ടും പോലെ തട്ടിക്കളിക്കാനുള്ളതല്ല. ഇന്ന് ഈ കാക്കാന്റെ വീട്ടില്, നാളെ ഇത്താത്താന്റെ വീട്ടില്, പിന്നെ അടുത്ത ആഴ്ച എന്റെ വീട്ടില് തട്ടിക്കളിക്കാനുള്ളതല്ല. നിന്റെ വീട്ടില് നിന്റെ കൂടെ നിർത്താൻ നിനക്ക് സാധിക്കണമെന്നതാണ്. അങ്ങനെ സാധിക്കാത്തവൻ നശിച്ചു പോകട്ടെ. മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം നേടാത്തവൻ നശിച്ചു പോകട്ടെ എന്നതാ മൂന്നാമതായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ള പ്രാർത്ഥനകളാണ് അതെല്ലാം. അതിൽ ഒന്ന് റമളാന. അപ്പൊ നോക്കൂ നിങ്ങൾ, റമളാൻ എന്ന മാസം പ്രത്യേകമായി പറയപ്പെടുകയാണ്. അപ്പൊ ഇത് നല്ല ഒരവസരമാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നല്ല ചാൻസ്, അല്ലേ? റമളാന് വരുന്ന സമയം നോക്കൂ നിങ്ങൾ, പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയാ. നമ്മൾ കേട്ടതാണ് ഖുത്ബകളിലൂടെ പല കാര്യങ്ങളും, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിനെ നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കുകളൊന്ന് സൂചിപ്പിക്കട്ടെ. അള്ളാന്റെ റസൂല് പറയാണ്, അതാക്കും റമളാൻ ശഹ്റുൻ മുബാറക്. റസൂലുള്ളാഹി പരിചയപ്പെടുത്തുക, ഇത് അനുഗ്രഹപൂർണമായ മാസമാണ്. ഇതിന്റെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹമാണ്. മാത്രമല്ല അവിടുന്ന് പറയുന്നു, ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു. ഈ മാസം അല്ലാഹു നമുക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ. ഈ മാസം അങ്ങ് വരുന്നതോടുകൂടി പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്.
ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. മാത്രമല്ല ജഹീമിന്റെ നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച കവാടങ്ങളിൽ ഒന്നുപോലും റമളാന് കഴിയാതെ അടക്കുകയില്ല. നരകത്തിന്റെ അടച്ചു വെച്ച കവാടങ്ങളിൽ ഒന്നുപോലും റമളാന് കഴിയാതെ പ്രിയപ്പെട്ടവരെ തുറക്കുകയില്ല. മാത്രമല്ല അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ഈ റമളാനിന്റെ ഓരോ രാത്രിയിലും അതാ വിളിച്ചു പറയുകയാണ് ആകാശലോകത്ത് നിന്ന്. എന്താ പറയുന്നത്? യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയശ് ശർ അഖ്സിർ. നന്മകളോട് കൊതിയുള്ളവരെ കടന്നു വരൂ. കണ്ടോ, റമളാന് വന്നിട്ട് നന്മ ചെയ്യാൻ തയ്യാറുള്ളവരെ അല്ല വിളിക്കുന്നത്, മറിച്ച് ജീവിതത്തിൽ നന്മകൾ മാത്രം ശീലിച്ച് ജീവിക്കുന്ന ആളുകൾ അവരെ വിളിക്കുകയാ റമളാനിലേക്ക്. കാരണം ആ നന്മകൾക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന മാസമാ വന്നിരിക്കുന്നത്. തിന്മകളോട് കൊതിവെച്ച് പുലർത്തി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെ മാറിപ്പോകൂ നിങ്ങൾ, വിട്ടുനിൽക്കൂ നിങ്ങളെന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റമളാൻ എന്ന് പറയുന്നത് ഒരു മാസക്കാലം മാത്രം നന്നായി ജീവിക്കാനുള്ള രൂപത്തിൽ അല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് ചെയ്യുന്ന നന്മകൾക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന മാസമാണ് റമളാൻ. ആ ചിന്തയിലാണ് റമളാനിലേക്ക് നമ്മൾ വരേണ്ടത് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ റമളാനിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, റമളാൻ എന്നത് മുമ്പേ നന്മകൾ ചെയ്തു വരുന്ന ആളുകൾക്കുള്ളതാണ് റമളാൻ. മുമ്പേ നന്മകൾ ചെയ്തു വരുന്ന, കാരണം നോക്കൂ, റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു വിളിച്ചത് ആരെയാ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. ഈമാനുള്ളവരെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. മുഅ്മിനുകളാണ് റമളാനിലേക്ക് വരേണ്ടത്. റമളാൻ വന്നിട്ട് മുഅ്മിനാവാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ചല്ല, വേഷം കെട്ടലിനെ കുറിച്ചല്ല പറയുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ വേഷം ധരിച്ച് റമളാനിൽ ജീവിക്കുക, അത് റബ്ബിനെ വഞ്ചിക്കല, അത് റബ്ബിനെ പറ്റിക്കല. ആ ഒരു മാസക്കാലം മാത്രം നന്മയുടെ വേഷം കെട്ടുക പാടില്ല. അല്ലാഹു വിളിച്ചത് മുഅ്മിനീങ്ങളെയാ. മുഅ്മിനീങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു ഇബാദാത്തുകൾ നിർബന്ധമാക്കിയത്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. വിശ്വാസികൾക്ക് മേൽ സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ് നമസ്കാരമെന്ന് പറയുന്നത്. അപ്പൊ റമളാൻ എന്ന് പറയുന്നത് ഒരു മാസക്കാലം മാത്രം നന്നായി ജീവിക്കാനുള്ള രൂപത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയിടത്താണ് ആ റമളാൻ ഒന്നും നമുക്ക് ഉപകരിക്കാതെ പോകുന്നത്. അതിന്റെ കാരണം നേരത്തെ തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചത്, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരു റമളാൻ ഒരാൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റമളാനിന് ശേഷമുള്ള മാസങ്ങളും നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ അവന് സാധിക്കും. അതാ റമളാനിന്റെ പവർ. പക്ഷേ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ റമളാനിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, ശരിക്കുപയോഗപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നതാണ്, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാനിലേക്ക് വരുന്ന ഞാനും നിങ്ങളും യഥാർത്ഥ മുഅ്മിനുകളാണ് എന്ന് ഉറപ്പുവരുത്തണം. ആരാ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. 33-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. അള്ളയും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനമെന്തോ അതിനപ്പുറം പ്രവർത്തിക്കാത്തവരാണ് മുഅ്മിനുകള്. ഒരു വിഷയത്തിൽ അള്ളയും റസൂലും ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധി സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ആ വിധിയെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്നവരാ മുഅ്മിനുകള്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട നന്മകളെല്ലാം ജീവിതത്തിലുണ്ടോ? കേട്ട തിന്മകളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ലെന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഈ റമളാൻ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മനസ്സുമായിട്ടാണ് ഞാനും നിങ്ങളും ഈ ഹാളിനകത്തിരിക്കുന്നത് എങ്കിൽ ഈ സമയത്ത് നമ്മിൽ നിന്ന് ഉയരേണ്ടത് മനമൊരുകിയ പക്ഷാതാപത്തിന്റെ പ്രാർത്ഥനകളാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാ റമളാനിലേക്ക് പ്രവേശിച്ചിരുന്നത്? റമളാനിനെ എങ്ങനെയാ നിങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവര് പറയുന്ന മറുപടി എന്താണെന്നറിയുമോ? റമളാൻ വരുന്നതിന്റെ മുമ്പേ വീട് വൃത്തിയാക്കി, അതേ പരിസരങ്ങൾ വൃത്തിയാക്കി എന്നല്ല, മറിച്ച് അവര് പറയുന്ന മറുപടി എന്താണെന്നറിയുമോ? ഞങ്ങളുടെ മനസ്സിനകത്ത് മറ്റൊരുത്തനോട് പകയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ശത്രുതയുടെ ഒരംശം പോലും ഇല്ലാതെയാ റമളാനിന്റെ ഹിലാലിനെ ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. മനസ്സിനകത്തെ തിന്മയുടെ ഒരു കറ പോലുമില്ല. മനസ്സിനകത്ത് തിന്മയുടെ ഒരു കറ പോലുമില്ല. മനസ്സ് ശുദ്ധീകരിക്കാനാ അല്ലാഹു പറഞ്ഞത്. അവരെയാ റബ്ബ് ഇഷ്ടപ്പെടുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. ആദ്യം പറഞ്ഞത് തൗബ ചെയ്യുന്നവരെ. മനസ്സിൽ അടിഞ്ഞുകൂടിയ പാപത്തിന്റെ കറകളെ ശുദ്ധീകരിക്കണം. അതിനെന്താ വേണ്ടത്? ഓപ്പറേഷൻ നടത്തിയാൽ മതിയോ? പോരാ. അള്ളാഹുവിന്റെ മുന്നിൽ മനമൊരുകിയ തൗബ ചെയ്യാൻ സാധിക്കണം. തൗബ എന്ന് പറഞ്ഞാൽ കേവലം അസ്തഗ്ഫിറുല്ലാ എന്ന് നമസ്കാര ശേഷം പറയുന്ന 3 ദിക്റല്ല. ആ ദിക്ർ തന്നെ ചില ആളുകൾ എങ്ങനെയാ പറയാ? രണ്ടാമത്തെ സലാമിന്റെ ബാക്കി എന്നോണമാണ് അസ്തഗ്ഫിറുല്ലാ പറയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ. മുൻഗാമികളൊക്കെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞത് ആ നമസ്കാരത്തിൽ എന്തോ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അത് പുറത്തു തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെയാ അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്റിനെ അവർ കണ്ടിരുന്നത്. ഇത് പോരാ. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെയ്ത തിന്മകൾ നമുക്കറിയാം. ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ നമുക്കറിയാം. ആരും അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. എല്ലാം കാണേണ്ടവൻ കണ്ടു, കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്, അറിയേണ്ടവൻ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ കർമ്മരേഖയിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രേഖപ്പെടുത്താതെ പോയിട്ടില്ല. അതുകൊണ്ട് ആ രേഖപ്പെടുത്തപ്പെട്ട തിന്മ നിന്റെ രേഖയിൽ നാളെ കാണാൻ പാടില്ല. ഇടതു കൈയിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ ആ കിതാബ് നോക്കി പറയുന്ന വാക്കില്ലേ, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ എന്ന് പറയുന്ന ഒരു ഗതികേട് നിനക്ക് വരാൻ പാടില്ല. ആ രേഖയിൽ തിന്മകൾ കാണാൻ പാടില്ല. എന്തു ചെയ്യണം? മായ്ക്കപ്പെടേണ്ടതുണ്ട്. അതേ, മനമുരുകിയ തൗബ, അള്ളാഹുവിലേക്ക് ഉയരണം. അള്ളാഹുവിനോട് ഏറ്റുപറ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വ തിന്മകളും അള്ളാഹുവിനോട് പറയണം. ഒരിക്കലും ഇനി ആ തിന്മകൾക്ക് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒത്തിണങ്ങി വന്നാലും ആ തിന്മയുടെ അടച്ചുവെച്ച വാതിൽ ഞാൻ തുറക്കുകയില്ല എന്ന ഉറപ്പ് റബ്ബിന് കൊടുക്കാൻ നിനക്ക് സാധിക്കണം. രക്ഷപ്പെടൂല. വാട്സപ്പിലെ മെസ്സേജുകൾ ഡിലീറ്റ് ആക്കിയത് കൊണ്ട് രക്ഷപ്പെടൂല. അതിലെ ഹിസ്റ്ററികൾ ഡിലീറ്റ് ആക്കിയത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. എല്ലാം തെളിയേണ്ടതുപോലെ തെളിഞ്ഞു കാണും നാളെ റബ്ബിന്റെ കോടതിയിൽ. അവര് വിളിച്ചു പറയും, ഒക്കെ ഞങ്ങൾ ചെയ്തതാ. സമ്മതിക്കും. ആരും നിഷേധിക്കൂല, സമ്മതിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇവിടുന്ന് റബ്ബ് തന്ന വലിയ ഒരു അവസരമാണ് നിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അത് നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടോ എല്ലാ ഖൈറും നഷ്ടപ്പെട്ടവനാണ്. റമളാൻ ഒരാൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവനാ. അതുകൊണ്ട് ആ റമളാനിനെ നീ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നുവെങ്കിൽ നിന്റെ മനസ്സിലെ പാപത്തിന്റെ കറകളെല്ലാം നീ കഴുകി വൃത്തിയാക്കണം.
തൗബ ചെയ്തു പറയണം. ആളുകളോട് വ്യക്തിപരമായി വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ഏതെങ്കിലും മനസ്സുകൾ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉംറന്റെ സമയത്ത്, ഹജ്ജിന്റെ സമയത്ത് നമ്മൾ പോയി പറയാറുണ്ടല്ലോ, പൊരുത്തപ്പെടിക്കാറുണ്ടല്ലോ. ആ സമയത്തേക്ക് മാത്രം ബാധകമല്ല ഇതൊന്നും. ഏത് സമയത്തും അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിച്ചോ. ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ, എനിക്ക് പുറത്തു തരണം, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞോ ഇല്ലേ? അപകടമാണ്, അപകടമാ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു എടോ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. ശത്രുക്കൾ വിളിക്കാറുണ്ട് ബിലാലിനെ, അത് അവർ കാര്യമാക്കാറില്ല. പക്ഷേ അബൂദർ വിളിച്ചപ്പോ വല്ലാത്ത സങ്കടം, ബിലാലിന്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം. റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, അബൂദർ ഇങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം. റസൂലുള്ളാഹി അബൂദറിനെ വിളിപ്പിച്ചു. അബൂദറേ, നീ വിളിച്ച വാക്കിനാൽ ബിലാലിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. നീ മനസ്സിലാക്കണം, ബിലാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത കാലത്തോളം നിന്റെ ഈ തെറ്റ് പൊറുക്കപ്പെടുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. രണ്ടു കാര്യ, നിന്റെ ഈ തെറ്റ് പൊറുക്കപ്പെടൂല, നിന്റെ അമല് സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച വിധത്തിലുള്ള എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ നിലനിൽക്കേ റമളാനിലേക്ക് എത്തിയിട്ട് കാര്യമില്ല. നോമ്പെടുത്തിട്ട് ചൂട് സഹിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ മാറ്റിവെച്ച് ഒരു കാര്യമില്ല. രാത്രി ദീർഘമായി നമസ്കരിച്ചു, ഖുർആൻ ഇരുന്ന് ഖത്തം തീർത്തു, ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, ഇഅ്തികാഫിരുന്നു, ഒരു കാര്യമില്ല. എല്ലാം വെള്ളത്തിൽ വരച്ച വരകൾ പോലെയായി തീരുന്ന ഒരവസ്ഥയാണ്, അല്ലേ? അതുകൊണ്ടാ തുടക്കം നന്നാവണം, നല്ലതുപോലെ ഒരുങ്ങി വരണം. റമളാനിലേക്ക് ഇബാദത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ. റമളാനിൽ മാത്രമല്ല, ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം റമളാൻ എന്ന ഈ മാസത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് അവസാനത്തെ റമളാനാണ് എന്ന ഒരു ബോധവും നമ്മിൽ ഉണ്ടാവണം. ഏത് ഇബാദത്തിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ അവസാനത്തതാ. എപ്പോഴാ എവിടുന്ന റൂഹ് പിടിക്കപ്പെടുക പറയുക സാധ്യമല്ല. ഓരോ പിതാവിൻ്റെ, ഓരോ ആളുകളുടെ മരണ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. കൊലപാതകത്തിൻ്റെ പരമ്പര വേറെ, അത് പറയാതിരിക്കുക നല്ലത്. ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുപറ്റി? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, ഒരു കാലം വരും കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാ ഞാൻ മരിച്ചത്, കൊന്നവൻ അറിയുന്നില്ല എന്തിനാ ഞാൻ കൊന്നത്. അറിയാത്ത ഒരു കാലമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെ മരണമെന്ന് പറയുന്നതും ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കാറുണ്ട്. 2-3 വർഷം കഴിഞ്ഞ് വിദേശത്തുനിന്ന് മടങ്ങി വരുന്ന ഒരു പിതാവ്, പ്രിയപ്പെട്ടവരെ, ആ പിതാവിൻ്റെ മടക്കയാത്ര എങ്ങനെയായിരിക്കും? തൻ്റെ മക്കളെ കാണാൻ, തൻ്റെ ഇണയെ കാണാൻ, തൻ്റെ മാതാപിതാക്കളെ കാണാൻ കൊതിക്കുന്ന മനസ്സുമായിട്ടാണ് ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വാഹനം വന്നിട്ടുണ്ട്. ആ വീട്ടിലേക്ക് പോകുക. എത്ര സന്തോഷത്തോടു കൂടിയ വീടിൻ്റെ അരികിലെത്തുന്നു, വീടിൻ്റെ മതിൽ കാണുന്നു. ഗേറ്റിലേക്ക് എത്തുമ്പോഴേക്ക് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു പോയ പിതാവിൻ്റെ വാർത്തകളാ നമ്മുടെ മുന്നിലുള്ളത്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും തച്ചു മുറിച്ചു കളയുന്ന മരണം. ഓർക്കണേ നിങ്ങൾ, പള്ളിമൂലയിൽ ചാരി വെക്കപ്പെട്ട മയ്യത്തുകട്ടിലുകൾ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് വെക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. വീടിന്റെ പൂമുഖത്ത് വെള്ള പുതച്ച് ഞാനും നിങ്ങളും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും അവസാനമായി ഒന്ന് കാണാൻ മുഖം മാത്രം കാണിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കിടത്തമുണ്ട്. അതിനധികം സമയമില്ല, രോഗം ആവശ്യമില്ല, വാർദ്ധക്യം ആവശ്യമില്ല, മരണത്തിന്റെ തീയതി കുറിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് ഈ റമളാൻ കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് നല്ലോണം പ്രാർത്ഥിക്കണം, തൗഫീഖിന് വേണ്ടി. കിട്ടിയാൽ ഓരോ സെക്കൻഡുകളെയും ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ചാൻസാണ്. ഇനി റമളാൻ എനിക്കില്ല. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഇണകള്, നമ്മുടെ മക്കള്, നമ്മുടെ കൂട്ടുകാർ, അയൽവാസികൾ പലരും ഇന്ന് ബർസഖി ലോകച്ച. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി സ്വർഗ്ഗം നൽകുമാറാവട്ടെ.
അതേ അവസ്ഥയിൽ നമ്മളും ഒരുപക്ഷെ അടുത്ത റമളാന് വരുമ്പോഴേക്ക് ഇതുപോലെ സ്മരിക്കപ്പെടുന്നവരായേക്കും. അല്ലേ? ഞാനുണ്ടാവണമെന്നില്ല, നമ്മളിൽ ആരും ഉണ്ടാവണമെന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിലെ ഓരോ സെക്കൻഡുകളും വളരെ ശ്രദ്ധയോടുകൂടി ഇബാദാത്തുകൾ കൊണ്ട് തന്നെ ധന്യമാക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സമയം പാഴാക്കരുത്. ഖുർആനിന്റെ പാരായണത്തിൽ മുഴുകിക്കൊണ്ട്, ദിക്റുകളിൽ, ദുആകളിൽ മുഴുകിക്കൊണ്ട്, അതുപോലെ തന്നെ ഐച്ഛികമായതും അതുപോലെ നിർബന്ധമായതുമായ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് സ്വഹാബത്ത് മുൻഗാമികൾ പറയാറുണ്ട്, സൂര്യൻ അസ്തമിക്കുന്ന സമയം അവരാലോചിക്കുകയാണ്, സങ്കടപ്പെടുക, ഇന്നത്തെ സൂര്യനും അസ്തമിച്ചു, ഇന്നത്തെ സൂര്യനും അസ്തമിച്ചു, ആയുസ്സെന്ന് ഒരു ദിവസം കുറഞ്ഞു. പക്ഷെ ഇന്നലെ ചെയ്തതിനേക്കാൾ അധികമായി ഇന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ആ സങ്കട സ്വഹാബത്തിന്, ഇന്നലെ ചെയ്തതിനേക്കാൾ അധികം ഇന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. കാരണം എന്താ? ഇന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു, ഒന്നും മാറ്റിവെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അവര് കൊതിച്ച സ്വർഗം അതുതന്നെയാണ് നമ്മളും കൊതിക്കുന്നത്. അവര് ഭയപ്പെട്ട നരകം, ആ നരകത്തിന്റെ തീനാളങ്ങളെ തന്നെയാ നമ്മളും ഭയപ്പെടുന്നത്. തബൂക്ക് യുദ്ധ സമയത്ത് ചൂട് ശക്തമായതിനാൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ മുനാഫിഖീങ്ങളോട് അല്ല പറഞ്ഞ ഒരു വാക്കുണ്ട്, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീയ് അതികഠിനമായ ചൂടാണ് കേട്ടോ. ഈ റമളാൻ ഒരുപക്ഷെ നല്ല ചൂടുള്ള സമയത്തായിരിക്കാം പ്രിയപ്പെട്ടവരെ. അതൊന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാരണമല്ല, തടസ്സമല്ല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമിസ്സലാ വഈതാഇസ് സക്കാ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അല്ലാഹുവിനെ സ്മരിക്കാൻ, നമസ്കാരം നിർവഹിക്കാൻ, സക്കാത്ത് കൊടുക്കാൻ ഒന്നും തടസ്സമല്ല. കാരണം ഒരു ദിവസത്തെ അവർക്ക് പേടിയാണ്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ഹൃദയങ്ങളും കാഴ്ചകളും തകിടം മറിയുന്ന ഒരു ദിവസമാണ്. ആ പേടി കൊണ്ട് ദുനിയാവിലൊന്നും തടസ്സമായി കാണുന്നില്ല. നന്മകളിൽ മുഴുകാനാണ് അല്ലാഹു ആവശ്യപ്പെട്ടത്. നന്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ പ്രിയപ്പെട്ടവരെ, സാരിഉ സാബിഖു ഫഫിറു, അതുപോലെ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, ഇങ്ങനെയൊക്കെ ആഖിറത്തിന്റെ കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചത്. ആവേശത്തോടെ, താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ ഈ റമളാനിനെയും വരവേറ്റ് ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പഠിക്കുക, മനസ്സിലാക്കുക. ഇനിയുള്ള ഖുതുബകളിലൊക്കെ റമളാനിന്റെ, നോമ്പിന്റെ അഹ്കാമുകളെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കും. എല്ലാം ശരിക്ക് കേട്ട് പഠിച്ച് എല്ലാം സ്വീകാര്യമാകുന്ന വിധത്തിൽ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ സാധിക്കണം. പ്രതിഫലം മനസ്സിലാക്കി ഓരോ കർമ്മവും നിർവഹിക്കുക എന്നുള്ളത് വലിയ ആസ്വാദനം കിട്ടുന്ന കാര്യമാണ്. മുആദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, മുആദിന് ഈ ദുനിയാവിൽ കുറച്ചുകൂടി കാലം ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനറിയോ? ഈ ദുനിയാവിലെ കാഴ്ചകളെ കണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, മറിച്ച് നല്ല ദാഹമുള്ള സമയത്ത്, ചൂട് സഹിച്ച് നോമ്പെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖമുണ്ട് റബ്ബേ, ആ സുഖം ആസ്വദിച്ച് ജീവിക്കാൻ. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം, നിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന സമയം കിട്ടുന്ന ഒരു സുഖമുണ്ട് റബ്ബേ, ആ സുഖം അനുഭവിക്കാൻ കുറച്ചുകാലം കൂടി മുആദിന് ജീവിക്കണമെന്നുണ്ട് റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, ആ ഒരവസ്ഥയിലേക്ക് ഇബാദാത്തുകൾ നമുക്ക് ആനന്ദം നൽകുന്ന, ആഘോഷം നൽകുന്ന രൂപത്തിലായി തീരേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കി ഈ റമളാനിനെ, അതിൻ്റെ ദിനരാത്രങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. നാളെ റയ്യാൻ എന്ന കവാടത്തിൽ നിന്ന് സ്വാഇമൂൻ, നോമ്പുകാരെവിടെ എന്ന് വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കണം. പോരാ, സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണം എന്താണ്? ഏറ്റവും വലിയ നേട്ടം ഏതാ? സ്വർഗം കിട്ടിയ ആളുകളോട് റബ്ബ് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വേണോ? അവര് പറയും, റബ്ബേ, ഇതിനപ്പുറം ഇനി എന്താ? ഇതിനപ്പുറം ഇനി എന്താ റബ്ബേ? അപ്പോഴാണ് അള്ളാഹുവിനും അവർക്കും ഇടയിലുള്ള മറയങ്ങ് നീക്കപ്പെടുന്നത്. അവരല്ലാഹുവിനെ കാണുകയാ. ഈ കാണാനുള്ള ഭാഗ്യം ആർക്കുണ്ട്?
നോമ്പെടുക്കുന്നവർക്കുണ്ട്. നോമ്പുകാരന് ഫറഹത്താനി, 2 സന്തോഷമുണ്ട് എന്നാ പറഞ്ഞത്. ഒന്ന്, നോമ്പ് തുറക്കുന്ന സമയം. എന്താ? ഒരു കിണർ കുടിക്കുന്നവൻ ആ കിണറിൽ വെള്ളം കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. 2ാമത്തെ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാ. അതേ പ്രിയപ്പെട്ടവരെ, നോമ്പുകാർക്ക് റബ്ബിനെ നേരിട്ട് കാണാനുള്ള അവസരമല്ല ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ നേട്ടമെന്താ പ്രിയപ്പെട്ടവരെ? അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ റമളാനിനെ കണ്ടുമുട്ടാനും ആരോഗ്യത്തോടുകൂടി ഇതിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റമളാൻ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ റമളാനിൽ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഈ റമളാന് വരുമ്പോൾ കൂടെയില്ലാത്ത ഒരുപാട് മാതാപിതാക്കൾ, സഹോദരിമാരും ഒരുപാട് പണ്ഡിതന്മാർ, അല്ലാഹുവേ, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും പരിപൂർണ്ണ ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.